കഴിഞ്ഞില്ല, അതിൻ്റെ പുറത്താണ്. ഹജ്ജത്തിൽ വദായിൽ പ്രസംഗിച്ചവരെ അതിൻ്റെ പുറത്താണ്. അതിന് സ്വർഗ്ഗമുണ്ട്. അതേപോലെ തന്നെ നാഖത്ത് സ്വാലിഹ് നബിയുടെ ഒട്ടകത്തിന് സ്വർഗ്ഗമുണ്ട്. അതേപോലെ തന്നെ ഹുദ്ഹുദ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹുദ്ഹുദിന് സ്വർഗ്ഗമുണ്ട്. നംലത്തിനും ഉറുമ്പിനും സ്വർഗ്ഗമുണ്ട്. കെൽബ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായക്ക് സ്വർഗ്ഗമുണ്ട്. 309 കൊല്ലമാണ് ആ നായ അവരെ സംരക്ഷിച്ച് കിടന്നത്. 309 കൊല്ലം. കൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ് ലവ ഇത്വലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറ വലമുലീത മിൻഹും റുബാ. അതേപോലെ തന്നെ മഹ്മൂദ് എന്ന ആനക്ക് സ്വർഗ്ഗമുണ്ട്. മഹ്മൂദ് അറിയില്ലേ? മഹ്മൂദ് എന്ന ആന സ്വർഗ്ഗമുണ്ട്. അതെന്ത് ചെയ്തു? അത് മഹ്മൂദ് എന്ന ആന അസ്ഹാബുൽ ഫീലിന്റെ ആനയായിരുന്നു. അത് അവരുടെ ആനയായിരുന്നു. അബ്രഹത്ത് യമനിൽ നിന്ന് കൊണ്ടുവന്ന ലഅനത്തുള്ളാഹി അലൈഹി പയറ്റി തെളിഞ്ഞ് പഠിച്ച ആനയായിരുന്നു. പക്ഷേ ഫലമ്മാ വജ്ജഹുഹു ഇലൽ ഖിബ്ല, അതിനെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ കിടക്കുകയും ചെയ്തു. അതവിടെ മുട്ടൂറ്റി കിടക്കണം. ഫലമ്മാ വജ്ജഹുഹു ഇലാ ഗൈരി ജിഹത്തിൽ ഖിബ്ല യുർവിലു, ഖിബ്ല അല്ലാത്ത ഭാഗത്തിലേക്ക് തിരിക്കുമ്പോൾ അത് ഓടും. ഖിബ്ലയിലേക്ക് തിരിച്ചാൽ അതവിടെ കിടക്കും. അതാണ് മഹ്മൂദ് എന്ന ആന. ആ ആനക്ക് സ്വർഗ്ഗമുണ്ട്. അള്ളാഹു അതൊക്കെ അവിടെ വെച്ച് കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ലാ തസ്ജുദൂ ലില്ലാഹ് അല്ലദീ യുഖ്രിജുൽ ഖബാ ഫിസ്സമാവാതി വൽ അർള് വയഅലമു മാ തുഖ്ഫൂന വമാ തുഅ്ലിനൂൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അളീം. മഹാനായ സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു മുന്നാകെ അള്ളാഹുവിൻ്റെ മഹത്തായ കഴിവുകളും ആ റബ്ബിനെ വഴിപ്പെടാത്ത സബയിലെ റാണിയുടെ ജനതയുടെ വിഡ്ഢിത്തങ്ങളുമൊക്കെ ഞാനത് കണ്ടുവരികയാണ് ബഹുമാനിയെ. അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം എടുത്തു തരുന്നതിനേക്കാൾ എൻ്റെ പ്രശ്നം അതായിരുന്നു. അതാണ് എനിക്കിന്ന് നേരം വൈകിപ്പോയത്. അവിടെ നിങ്ങളെ സന്ദേശം എത്തിക്കണമെന്ന് ഈ സാധുവായ മരംകുത്തി ഹുദ്ഹുദ് എന്ന പക്ഷി സയ്യിദുനാ സുലൈമാനോട് പറഞ്ഞു. ഒക്കെ പറ സയ്യിദുനാ സുലൈമാൻ കാല. അപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു, ആയിക്കോട്ടെ, ഈ സത്യാണോ കളവാണോ പറഞ്ഞ് ഞാനത് പരിശോധിക്കും. എന്താണ്? കളവാണെങ്കിൽ നിനക്ക് ശിക്ഷ ഉറപ്പാണ്, സത്യമാണെങ്കിൽ ഞാനത് സ്വീകരിക്കും. ആരോട് പറഞ്ഞു? പക്ഷിയോട് പറഞ്ഞു. ഇത് ഹബബി കിതാബി ഹാദാ ഫഅൽഖിഹി ഇലൈഹിം ثم تول عنهم فانظر ماذا يرجعون. വേഗം എന്നാ ഞാനൊരു കത്ത് തരാം. ആ കത്തിന് വേണ്ടിയാണ് ആദ്യമായി അല്ലാഹു തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇറക്കിയിട്ടുള്ളത്. അതുവരെ ബിസ്മി ഇല്ലാ എന്ന് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. അന്നാണ് അള്ളാഹു ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇറക്കിയത്. ഈ കത്ത് കൊടുക്കുന്നത് വരെ എന്തുണ്ടായിരുന്നുള്ളൂ? ബിസ്മില്ലാ എന്നേ ഇറക്കിയിട്ടുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇല്ല. നൂഹ് നബിക്ക് പോലും എന്തേ ഉള്ളൂ? ബിസ്മില്ലാ, അത്രയേ ഉള്ളൂ. അവ്വലു മാ നുസിലത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഹയൻ മിനസ് സമാഇ ഇലൽ അർളി ഇലാ സുലൈമാൻ. ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് ഭൂമിയിൽ ഇറക്കിയത് സുലൈമാൻ നബിക്ക് വേണ്ടിയാണ്. ഈ കത്തിന് വേണ്ടിയാണ് ഇറക്കിയത്. അതാണ് കത്ത്. ആ കത്തിന്റെ ഹെഡ്ലൈൻ തന്നെ ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് ഖുർആനിലെ ഉള്ളിലുള്ള ഒരു ബിസ്മി. 114 സൂറത്തിന് 113 മുകളിലെ ബിസ്മിയും ഒരു ഉള്ളിലെ ബിസ്മിയും. അങ്ങനെ എത്ര ബിസ്മി? 114 ബിസ്മി. 114 സൂറത്തിന് 114 ബിസ്മിയ. ഇടയിലൊരു ബിസ്മി ഇതാണ് ആദ്യമായി ഇറങ്ങിയ ബിസ്മിയും. അതുകൊണ്ടായിരിക്കാം ഇത് അള്ളാഹു മാനവന് മുന്നിൽ സമർപ്പിച്ചത്. ഈ ബിസ്മി ആദ്യം ഇറങ്ങിയത് സുലൈമാൻ നബിക്ക. അതുവരെ ഉണ്ടായിരുന്നത് എന്തുമാത്രം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ പ്രത്യേകത എന്താ? ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ എത്ര അക്ഷരമുണ്ട്? നിങ്ങളോട് പറഞ്ഞില്ലേ? അതിൽ 19 അക്ഷരമുണ്ട്. അത് നിത്യമായി ചെല്ലുന്നവർക്ക് നരകമോചനമുണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അലൈഹാ 19. നരകം കാക്കുന്ന മലക്കുകൾ 19 ആകുന്നു. ആ നരകം കാക്കുന്ന മലക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ബിസ്മി ഉപകരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ആ കത്ത് കൊടുത്തേക്കാം. കത്ത് അങ്ങോട്ട് കൊടുത്തയച്ചു ഹുദ്ഹുദ് വഴി. ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട്. അന്ന ഖൗമഹാ മലക്കുഹാ അലൈഹിം ബഅദ അബീഹാ റജുലൻ. സബയിലെ നാട്ടുകാര് ബാപ്പ രാജാവ് ബിൽഖീസിന്റെ ബാപ്പയായിരുന്നു. സബയിലെ രാജ്ഞിയുടെ അക്കാലത്തെ സബ ഭരിച്ചിരുന്ന യമൻ ഭരിച്ചിരുന്ന അക്കാലത്ത് ബിൽഖീസാണ്. യമൻ ഭരിക്കുകയാണ് ബിൽഖീസ്.
ആദ്യം ബിൽഖീസിന്റെ ബാപ്പയായിരുന്നു. ബിൽഖീസിന്റെ ബാപ്പ മരിച്ചപ്പോൾ വേറെ ഒരു ആളെ അവർ സൈന്യാധിപനെ പിടിച്ച് അവർ രാജാവാക്കി. പക്ഷെ അയാളുടെ കാലത്ത് അക്രമം വളർന്നു. അപ്പോൾ ബിൽഖീസ് എന്ത് ചെയ്തു? രാജാവിനോട്, അക്കാലത്തെ രാജാവ്, ആദ്യം രാജാവ് ശ്രദ്ധിക്കേണ്ട സംഭവം, ആദ്യം യമനിലെ രാജാവ് ബിൽഖീസിന്റെ ബാപ്പയായിരുന്നു. അങ്ങനെ ബിൽഖീസിന്റെ ബാപ്പ മരിച്ചപ്പോൾ അന്നത്തെ സൈന്യാധിപനെ പിടിച്ച് രാജാവാക്കി യമൻകാർ. പക്ഷേ ആ സൈന്യാധിപനായ രാജാവിൻ്റെ കാലത്ത് വലിയ അക്രമങ്ങൾ വാണു. അപ്പോൾ പിന്നെ അതിന് പരിഹാരം ബിൽഖീസ് തന്നെ ഉണ്ടാക്കി. ബിൽഖീസ് അന്നത്തെ രാജാവിൻ്റെ ഭാര്യയാകാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ രാജാവ് ഇഷ്ടപ്പെട്ടു. ബിൽഖീസ് അക്കാലത്ത് അതിസുന്ദരിയായിരുന്നു. രാജാവിന് പിന്നെ ബിൽഖീസ് ഒന്ന് രാജ്ഞിയല്ല, രാജകുമാരിയല്ല, രാജ്യം ഭരിക്കുന്ന ആളല്ല. ബിൽഖീസ് പറഞ്ഞു, എനിക്ക് രാജാവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, പഴയ രാജാവിൻ്റെ മോളാണ്. അങ്ങനെ വലിയ വിവാഹമൊക്കെ നടത്തി. വിവാഹം നടന്നു. മണിയറയിൽ ആദ്യമായി ചേർന്ന ദിവസം എന്ത് ചെയ്തു? തൻ്റെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ കഠാര ഒളിപ്പിച്ചു വെച്ചിരുന്നു ബിൽഖീസ്. ആദ്യ രാത്രി തന്നെ വേഗം ഭർത്താവിൻ്റെ തല കൊണ്ടെടുത്തു. ഫമല്ലഖൂഹ. അങ്ങനെ യമൻകാർ രാജാവാക്കി. ആരെ? മനസ്സിലായില്ല നിങ്ങൾക്ക്? തൻ്റെ ബാപ്പയായിരുന്നു ആദ്യം അധികാരി. അങ്ങനെയാ ബിൽഖീസ് അധികാരിയായത്. ഭർത്താവിനെ കൊന്നിട്ട് അധികാരിയായി. ആദ്യം ബിൽഖീസിന്റെ ബാപ്പയായിരുന്നു അധികാരി. അങ്ങനെ പിന്നെ സർവ്വസൈന്യാധിപനെ ബിൽഖീസിന്റെ ബാപ്പാക്ക് ശേഷം സർവ്വസൈന്യാധിപനെ അധികാരിയാക്കി. അങ്ങനെ സർവ്വസൈന്യാധിപന്റെ കാലഘട്ടത്തിൽ വലിയ തമ്മാടിത്തരങ്ങൾ നടന്നു. അത് ബിൽഖീസിന് പിടിച്ചില്ല. അങ്ങനെ ബിൽഖീസ് എന്ത് ചെയ്തു? തൻ്റെ ജനതയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്നത്തെ രാജാവിൻ്റെ ഭാര്യയായി ആദ്യത്തെ രാത്രി തന്നെ ആളെ തലെടുത്തു. അങ്ങനെ യമൻകാർ രാജാവാക്കി. ആരെ? ബിൽഖീസിന്റെ ബാപ്പം മനുഷ്യനാണ്, ഉമ്മ ജിന്നാണ്. അങ്ങനെയാണ്. അഹദു അബവൈഹ ജിന്നിയുൻ ഖാല റസൂലുള്ളാഹി. അഹദു അബവൈഹ ജിന്നിയുൻ ഖാല റസൂലുള്ളാഹി. കാന അഹദു അബവൈഹ ബിൽഖീസ്. അബവൈ ബിൽഖീസ് ജിന്നിയ. മുസ്തഫ നബി പറഞ്ഞു. കാന അൻ അബീ ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി. ഉമ്മാന്റെ പേര് റൈഹാന എന്നാണ്. ജിന്ന് സ്ത്രീയായിരുന്നു. ജിന്നുകളെയൊക്കെ മനുഷ്യന്മാർക്ക് കല്യാണം കഴിക്കാൻ കഴിയും. സ്ത്രീയെ ജിന്നിന് അങ്ങോട്ടും കല്യാണം കഴിക്കാൻ കഴിയും. ഒക്കെ വലിയ ചർച്ച തൊഴിലും ഫിഖിന്റെ കിതാബിലൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ കേട്ട് ചിരിച്ചിരിക്കണ്ട. നമുക്കൊരു പെണ്ണിട്ടാണെന്ന് വിചാരിക്കണ്ട. അതിനൊന്നും ഇപ്പം ഇന്ന് നിങ്ങൾ ഈ കോലം മതിയാവില്ല. വേറെ ചില കോലങ്ങൾ ഉണ്ടാകണം. അത് നടക്കണ കാര്യമാണ്. നടക്കും. കല്യാണം കഴിച്ചവരുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ അടുത്ത കാലത്ത് വരെ ചില ആളുകളെ എനിക്കറിയാം. ജിന്ന് സ്ത്രീയെ കല്യാണം കഴിച്ച മനുഷ്യനെ പറ്റി എനിക്കറിയാം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ട്. കണ്ട് നിങ്ങൾ അയാളെ തേടി ബസ് കയറി പോകണ്ട. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ മീൻസ് അവർ അതിസുന്ദരിമാരുണ്ട് അവരെ കൂട്ടത്തിൽ. തിരിച്ചിങ്ങോട്ടുണ്ട് മനുഷ്യ സ്ത്രീയെ അവരിങ്ങോട്ട് കയറും. അതും ചില അപകടങ്ങൾ. അതാണ് ചില പിന്നെ സ്ത്രീകളിൽ ജിന്നിങ്ങോട്ട് പ്രവേശിക്കും. അവർക്ക് പിന്നെ വിവാഹത്തിൽ താല്പര്യം ഉണ്ടാവില്ല. അത് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ പേരിലുണ്ടാകും. ഒക്കെ വലിയ നാശങ്ങളുമാണ് ഒരു നിലക്ക്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഏതായാലും ബിൽഖീസ് അങ്ങനെ ഒരു സ്ത്രീയായിരുന്നു. ബിൽഖീസിൻ്റെ ഉമ്മയുടെ പേര് റൈഹാനത്താണ്. ജിന്നിയത്തായ പെണ്ണാണ്. ബാപ്പ മനുഷ്യനുമാണ്. അങ്ങനെ അധികാരിയായി സങ്കര വകുപ്പിൽപ്പെട്ടതാണ് ബിൽഖീസ്. അതൊക്കൊണ്ടായിരിക്കാം ബിൽഖീസിൻ്റെ വിഷയത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് എന്നും കൂടി മനസ്സിലാവും. ഏതായാലും ബിൽഖീസിന് വലിയ ചർച്ചയാണ്. മുഴുവനും കൂടി നീട്ടി പറയുന്നില്ല. മർമ്മപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ കഴിയില്ല. ഈ ആയത്തോടെ മുസ്തഫ നബി ഒരു കഥ പറഞ്ഞു. പെണ്ണുങ്ങളെ അധികാരികളാക്കുന്നവർക്ക് നാശമാണ്. ഈ സ്ഥലത്താണ് റസൂലുള്ളാഹി ഹദീസ് പറഞ്ഞിട്ടുള്ളത്. പെണ്ണൊരിക്കലും ഭരണാധികാരിയാവാൻ പാടില്ല. പെണ്ണ് ഭരണാധികാരിയായവർക്ക് ഏറ്റവും വലിയ നാശമുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും ഇന്നഹു മിൻ സുലൈമാൻ ഖാലസിയ. നേരെ ഹുദ്ഹുദ് കത്തും കൊണ്ടുപോയി. വലിയ സംഭവമാണ്. ഞാൻ ചുരുക്കുകയാണ്. ഖാലസിയ അയ്യുഹൽ മലൗ ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅ്തൂനി മുസ്ലിമീൻ. ഖാലത് യാ അയ്യുഹൽ മലൗ അഫ്തൂനി ഫി അംരി മാ കുൻത ഖാതിഅതൻ അംറാ ഹത്താ തശഹദൂൻ. ഖാലൂ നഹ്നു ഉലൂ ഖുവ്വത്തിൻ വ ഉലൂ ബഅസിൻ ശദീദ് വൽ അംറു ഇലൈകി ഫൻളുരി മാദാ തഅമുരിൻ. ഖാലത്